വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ നാളത്തെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാളെ കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. പഠിച്ചിരിക്കുക. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് നോക്കാല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത്. ഭൂമിയിൽ വ്യത്യസ്ത സമയ മേഖലകളുണ്ട്. ഇന്ത്യയിൽ സമയം 1 PM, അതായത് 1 PM, ഉച്ചയ്ക്ക് 1 PM ആയിരിക്കുമ്പോൾ മറ്റ് ചില രാജ്യങ്ങളിലെ സമയം ചുവടെ ക്ലോക്കിൽ കൊടുത്തിരിക്കുന്നു. അതായത് ഇന്ത്യയിൽ 1 PM ആകുമ്പോൾ വേറെ വേറെ കൺട്രീസിൽ ഓരോ ടൈം ആയിരിക്കും ഉണ്ടാവുക അല്ലെ? അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. നമുക്ക് സമയം തന്നിട്ടുണ്ട്. അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്കിൽ സൂചികളൊക്കെ എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്ത് നമുക്ക് സമയം തരും. നമ്മളോട് പറയും ഈ സമയം എത്രയാണെന്ന് എഴുതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളോട് തിരിച്ചു ചോദിക്കാം. നമുക്ക് സമയം സൂചികൾ തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് സമയം എന്താണ് എന്ന് നമ്മളോട് പറയും. അത് നമ്മളോട് ക്ലോക്കിൽ വരച്ച് കാണിക്കാൻ വേണ്ടി പറയും. ഈ 2 രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ നമുക്ക് നോക്കിയാലേ, ഇന്ത്യയിൽ 1 PM ആകുമ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിൽ എത്രയായിരിക്കും സമയം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. നമുക്ക് നോക്കിയാലോ. അപ്പൊ എങ്ങനെയാടാ ചെയ്യാ? ഹവർ ഹാൻഡ് അഥവാ മണിക്കൂറിന്റെ സൂചി എവിടെയാണ്? 5ന്റെയും 6ന്റെയും ഇടയിലാണ് നമ്മുടെ ഹവർ ഹാൻഡ്. അപ്പൊ നമ്മൾ എന്താ എഴുതാ? ചെറിയ സ്ഥലത്ത് 5 എന്ന് എഴുതും. അടുത്ത നമ്മുടെ മിനിറ്റ് ഹാൻഡ് 6ന്റെ നേരെയാണ്, അഥവാ 6ന്റെ നേരെയാണ്. നമ്മൾ എന്ത് എഴുതൂടാ? നമ്മൾ 5:30 PM എന്ന് എഴുതും. സെറ്റ് അല്ലേ? 5:30 PM എന്ന് എഴുതും. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബ്രസീലാണ്. ബ്രസീലിന്റെ ഹവർ ഹാൻഡ് നോക്കിക്കേടാ, 4ന്റെയും 5ന്റെയും ഇടയിലാണ്. അപ്പൊ 4ന്റെയും 5ന്റെയും ഇടയിലാകുമ്പോൾ നമ്മൾ 4 എന്ന് എഴുതും. 6ന്റെ നേരെയാണ് നമ്മുടെ മിനിറ്റ് ഹാൻഡ് അല്ലേ? നമ്മുടെ മിനിറ്റിന്റെ സൂചി നേരെ 6ന്റെ അടുത്തേക്കാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 30 minutes. 4:30 AM ആണ്, രാവിലെയാണ്. നമ്മുടെ ഇന്ത്യയിൽ 1 PM ആകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബ്രസീലില് 4:30 AM ആണ്, പുലർച്ചെയാണ്. അടുത്ത നോക്കിക്കേ, പോർച്ചുഗലിന്റെ സമയമാണ് തന്നിട്ടുള്ളത്. 8ന്റെയും 9ന്റെയും ഇടയിലാണ് നമ്മുടെ ഹവർ ഹാൻഡ്. അപ്പൊ എത്ര വരൂടാ? 8ഉം. ഇനിയോ നമ്മുടെ മിനിറ്റ് ഹാൻഡ് 6ന്റെ നേരെയാണ്, 6ന്റെ നേരെയാണ് നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഉള്ളത്. നമുക്ക് എന്താ എഴുതാം? 30 എഴുതാം. 8:30 AM എന്നും ആൻസർ കിട്ടും. സെറ്റ് അല്ലേ? ഇനി അടുത്ത നിങ്ങൾ നോക്കിക്കേണ്ടത് ടൈം ഇൻ ഫ്രാൻസ് 9:30 PM. 9:30 ആയിട്ടുണ്ട് നമ്മുടെ ഫ്രാൻസിൽ. ഡ്രോ ദ ടൈം ഇൻ ദ ക്ലോക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലോക്കിൽ ഈ ഒരു സമയം വരച്ചു വെക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിയാലോടാ, 9:30 എന്ന് പറയുമ്പോൾ 9ന്റെയും 10ന്റെയും ഇടയിലായിട്ട് നമ്മൾ വരച്ചാൽ മതി. നമ്മുടെ ഹവർ ഹാൻഡ് 9ന്റെയും 10ന്റെയും ഇടയിലായിട്ട് വരച്ചാൽ മതി. 30 എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും മക്കളെ വരയ്ക്കേണ്ടത്? നമ്മൾ 6ന്റെ നേരെ വരയ്ക്കണം അല്ലേ? നമ്മുടെ മിനിറ്റ് ഹാൻഡ് നമ്മുടെ 6ന്റെ നേരെ വരച്ചു വെക്കുക. അപ്പോ 9:30 എന്ന് പറഞ്ഞ സമയം നമുക്ക് കിട്ടും. സെറ്റ് അല്ലേ? ഇനി അടുത്ത നമ്മളോട് ചോദിച്ച നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സമയ വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടൈം ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യയിൽ 1 PM ആയിരുന്നു, ആൻഡ് ഓസ്ട്രേലിയയിൽ എത്രയായിരുന്നു ടൈം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത്? 5:30 PM ആണ് നമ്മുടെ ഓസ്ട്രേലിയയിൽ. 5:30 PM ആണ് ഓസ്ട്രേലിയയിൽ. എത്ര ടൈം വ്യത്യാസം ഉണ്ടാകും? 1 മുതൽ 5 വരെ എത്ര മണിക്കൂർ വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. 1 കഴിഞ്ഞാൽ 2, 3, 4, 5, 4 hours അല്ലേ? അതിന്റെ കൂടെ നമുക്ക് എന്തുണ്ട്? അതിന്റെ കൂടെ ഒരു 30 minutes കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ 4 മണിക്കൂറും 30 മിനിറ്റുമാണ് സമയ വ്യത്യാസം എന്ന് നമുക്ക് ആൻസർ കിട്ടും. സെറ്റ് അല്ലേടാ? ഇത്ര കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ടൈമിന്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. കാരണം ഈ ഒരു ചോദ്യങ്ങളെ നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് ഉള്ളൂ. മാത്രമല്ല മക്കളെ, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പ്രാണ എൻ ഗെയിം ബാച്ചിനെ പറ്റിയിട്ട് നമ്മുടെ കംപ്ലീറ്റ് റിവിഷനും കാര്യങ്ങളും നടത്തുന്ന ബാച്ചാണ് നമ്മുടെ പ്രാണ എൻ ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. മൊത്തം നമ്മുടെ ഫസ്റ്റ് മുതലുള്ള സിലബസ് ഫുൾ കവർ ചെയ്യുന്ന ഫുൾ കംപ്ലീഷനും, അതുമാത്രമല്ല അതിന്റെ കൂടെ എക്സാമും, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബാച്ചിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ബാച്ചിലേക്ക്. ഈ കാണുന്ന നമ്പറിലേക്ക് 999400 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ബാച്ചിൽ വെച്ച് കാണാം. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും എക്സാം അടിപൊളിയായിട്ട് എഴുതാം. ബൈ.